നമസ്കാരം. ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിഥുനം രാശിയും കുംഭം രാശിയും കൂടി കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള നല്ല ഫലങ്ങൾ അവർക്ക് ലഭിക്കും? അതുപോലെ ഏതൊക്കെ രീതിയിലുള്ള മോശം ഫലങ്ങളും അവർക്കുണ്ടാകുമെന്ന് നോക്കാം. ഇപ്പോൾ മിഥുനം രാശി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മകയിരം, തിരുവാതിര, പുണർതം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളും, അതുപോലെ തന്നെ കുംഭം രാശിക്കുള്ളിലാണെങ്കിൽ അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളുമാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ കണക്ഷനായാൽ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളും നല്ലതും ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അതായത് മിഥുനം രാശിക്ക് 9-ാം ഇടമായിട്ടാണ് കുംഭം രാശി വരുന്നത്. അപ്പോൾ മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം കുംഭം രാശി ഭാഗ്യസ്ഥാനമായിട്ട് കരുതപ്പെടുന്നു. കുംഭം രാശിക്ക് 5-ാം ഭാവമായിട്ടാണ് മിഥുനം രാശി വരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പൂർവ്വ പുണ്യ ഭാഗ്യമെന്നും പറയപ്പെടും. അപ്പോൾ പൂർവ്വ പുണ്യത്തിൽ ചെയ്ത ഭാഗ്യത്തിനനുസൃതമായിട്ടാണ് ഇവർക്ക് മിഥുനം രാശിയിലുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് കഴിയുക. മിഥുനം രാശിക്കാർക്കും അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെതായ ഒരു നില അവിടെ നിൽക്കുന്നത് കൊണ്ട് കുംഭം രാശിയിലുള്ള ആൾക്കാരെ വിവാഹം കഴിക്കാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നെത്തുന്നു. എന്നാൽ ഇത് നല്ല രീതിക്ക് ഇവർ സഞ്ചാരം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം നല്ല രീതിക്കായിരിക്കും ഇവരൊക്കെ മുന്നിലേക്ക് പോവുക. അതായത് മിഥുനം രാശിക്കാരനായ ഒരു വ്യക്തി പറയുന്നത് കുംഭം രാശി കേൾക്കും. പിന്നീട് കുംഭം രാശിയിലുള്ള വ്യക്തികൾ അത് കേൾക്കാതെ വരികയും അവരുടേതായ സ്വന്തം നിലവാരത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ നിലപാടുകൾക്കനുസൃതമായി കാര്യങ്ങളെ ചിന്തിച്ച് മുന്നിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. ഇവർ ഒരു കാര്യം തമാശ രൂപേണ മിഥുനം രാശിക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ അവർ വളരെയധികം അഗ്രസീവായ രീതിയിലായിരിക്കും ചിന്തിക്കുക. കുംഭം രാശി 2 രാശികളും കാറ്റ് തത്വത്തിലൂടെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മിഥുനം രാശി നല്ല ഒരു സന്തോഷകരമായ ഒരു സുഖകരമായ ഒരു കാറ്റാണ് പ്രവാഹം ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ കുംഭം രാശി കൊടുങ്കാറ്റായിട്ടായിരിക്കും മാറുക. ഇവിടെ കുംഭം രാശി ഒരു നല്ല ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു കാറ്റ്, അതായത് നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രഭാവത്തെ എനേബിൾ ചെയ്യുമ്പോൾ മിഥുനം രാശി അത് കൊടുങ്കാറ്റാക്കി മാറ്റുന്ന സാഹചര്യങ്ങളും പ്രശ്നങ്ങളെ വലുതാക്കി കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ട് എന്നതാണ്. ഇത് എല്ലാ നക്ഷത്രങ്ങൾക്കും ഇത് ബാധകമായി വരില്ല. കുംഭം രാശിക്കാർ മിഥുനം രാശിക്കാർക്ക് നൽകുന്ന ഒരു മര്യാദയൊക്കെ ആദ്യകാലങ്ങളിൽ നന്നായിരിക്കും. പക്ഷേ അത് ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് അവിടെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടെങ്കിൽ അത് ഒരൽപ്പം നല്ല രീതിക്ക് തന്നെ മുന്നിലേക്ക് പോകും. പക്ഷേ ഇവർ പറയുന്ന നല്ല കാര്യങ്ങളെ അവർ തന്നെ ചില തമാശ രൂപേണയൊക്കെ ഇടപെട്ട് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള തമാശകളൊന്നും ആക്സസ് ചെയ്യാനുള്ള ഒരു മനസ്സൊന്നും ഈ കുംഭം രാശിക്കാർക്ക് ഉണ്ടാവില്ല. അവരെപ്പോഴും പ്രാക്ടിക്കലായ രീതിയിൽ ശരിയായ മാർഗം ആ ഒരു പ്രോസസ്സ് എനേബിൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. അവരുടേതായ വിജയത്തെ മാത്രമായിരിക്കും അവർ പരിശ്രമത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷേ മിഥുനം രാശിക്കാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു ചിന്താഗതിയും അവിടെയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്ത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാമെന്ന ചിന്താഗതി ഇവിടെ ഉണ്ടാവും. ഇവരങ്ങനെയല്ല, ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ഇപ്പോൾ മിഥുനം രാശിയുടേതായ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അന്തരീക്ഷം വളരെ കലുഷിതമായി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷകരമല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ വരുന്നതെങ്കിൽ ഇവർ അതിനെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് അവിടെ ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട്. മിഥുനം എല്ലാം വളരെ ഫ്രീ ഹാൻഡിലായിട്ട് കൈകാര്യം ചെയ്യുന്നെങ്കിൽ കുംഭം അങ്ങനെയല്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം ഏതൊരു വിഷയത്തിലേക്ക് അവർ ഇറങ്ങി സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിലും അവർ നല്ല രീതിയിൽ ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു മറുപടിയൊക്കെ ഒരിടത്ത് ചെന്ന് പറയുക. ഒരു സിറ്റുവേഷനൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ അവർ പൊടുന്നനെ പിടറ എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അവർ ഒരൽപ്പം ആലോചിച്ച് ചിന്തിച്ചിട്ട് അതിനുള്ള വ്യക്തമായ സൊല്യൂഷൻ, ഞാനിതിലേക്ക് ഇടപെട്ടാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുന്ന സാഹചര്യങ്ങളൊക്കെ വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന സാർ. അതുകൊണ്ട് തന്നെ ഇവർ ഒരു അല്പം ജാഗ്രതാപൂർവം ചിന്തിച്ചായിരിക്കും ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നതെന്നുള്ളതാണ് സത്യം. ഇത് മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരല്പം താല്പര്യക്കുറവുണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. എന്ത് കാര്യത്തിനും ഒരു ഡിലേ ഉണ്ടാക്കി വെക്കുന്നതെന്ന്. മിഥുനം രാശിയും കുംഭം രാശിയും കൂടി തമ്മിൽ കുടുംബത്തിൽ വഴക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പൊടുന്നനെ ഒരു മറുപടിയൊന്നും പറയാനായിട്ട് പോകില്ല. അതായത് നീ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് അതൊന്നും ഒരു വിഷയമില്ല, എനിക്ക് എൻ്റെ ചിന്താഗതികളിൽ മാത്രമേ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയൂ എന്നൊരു നിലപാടായിരിക്കും കുംഭം രാശി എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു തവണയാണെങ്കിൽ അവർ പോട്ടെ എന്ന് വെക്കും കുംഭം രാശി. അത് 2-3 തവണ ആവുകയാണെങ്കിൽ ശരി, പിന്നീട് അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബത്തിലുള്ള ആരാണെങ്കിലും ശരി, സുഹൃത്തുക്കളാണെങ്കിലും ശരി, ഇവർ അധികം രീതിയിൽ ഇടപെടാനായിട്ട് ശ്രമിക്കില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ കാലത്തിൽ മാത്രമായിരിക്കും ഇവർ കടിച്ചു തൂങ്ങി നിൽക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും
ഇവിടെ കുംഭം രാശിക്കാർ ഇത്രത്തോളം ജാഗ്രതാപൂർവ്വം പല കാര്യങ്ങളും ചെയ്യുന്നു, പല കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് പലതും കൈവിട്ട് പരിധി വിട്ട് പോകാറുണ്ട്. ആ സമയങ്ങൾ ഇനി മുന്നിലേക്കുള്ള വഴി എന്ത് എന്നറിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളും ഈ കുംഭം രാശിക്കാർക്കുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഇവർ മിഥുനം രാശിയുമായിട്ട് ആ ഒരു കാര്യം ഷെയർ ചെയ്ത്, ചർച്ച ചെയ്ത്, അതിൽ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം സമയം ഇവർ ചിന്തിച്ച പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വളരെ വേഗത്തിൽ തന്നെ, അതും വളരെയധികം എളുപ്പമായ മാർഗത്തിലൂടെ നേടാനായിട്ട് മിഥുനം രാശിക്കാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യവും ഉണ്ട്. പക്ഷേ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് കുംഭം രാശി എപ്പോഴും കാട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മിഥുനം രാശിക്കാരോട് വളരെയധികം ഇഷ്ടം തോന്നുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ അവരുടേതായ ആ ഒരു ബുദ്ധിശാലിത്തരമായ ആ ഒരു പ്രകടനവും വാക്കുകളും ഒക്കെ തന്നെയാണ്. പക്ഷേ കുംഭം അത് സമ്മതിച്ചു കൊടുക്കില്ല. കാരണം സമ്മതിച്ചു കൊടുത്താൽ അവരെക്കാളും മികച്ച രീതിയിൽ അവർ തലയിൽ കയറി നിന്ന് സംസാരിക്കും എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ട്. കാരണം അനുഭവത്തിലൂടെ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം അത്തരം ഒരു കാര്യം. അതുകൊണ്ട് കുംഭം രാശിക്കാർക്ക് എപ്പോഴും എന്തൊരു സഹായത്തിനും ഈ മിഥുനം രാശിക്കാരുണ്ട്. കാരണം അവരുടെ ബുദ്ധിയാണ് ഇവരെപ്പോഴും അപ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുംഭം രാശിയിൽ പിറന്നവർ മിഥുനം രാശിക്കാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നല്ല രീതിക്ക് ഉയർന്നു വരും, നീ നല്ല ജോലി നേട്, നല്ല സമ്പാദിച്ചു വരും, എന്നെയും പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഒരുപക്ഷേ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആരുമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു പോകും. അതുകൊണ്ട് നീ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവണമെന്ന് ഈ കുംഭം രാശിക്കാർ മിഥുനം രാശിക്കാരായ ഭാര്യയോടോ ഭർത്താവിനോടോ ഒക്കെ ഉപദേശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. മിഥുനം രാശി എന്നും വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് പല കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിക്കും. അതായത് വളരെ വേഗത്തിൽ ചിന്തിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവർ അല്പം സ്ലോ മോഡായിരിക്കും ചെയ്യുക. അതായത് ഇന്ന് നടക്കേണ്ട കാര്യം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായാലും നടത്താം, അല്ലെങ്കിൽ അത് നടത്തി കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് കുംഭം രാശിക്കുണ്ട്. എന്നാൽ മിഥുനം വേഗം കൂട്ടുന്നത് കൊണ്ട് തന്നെ അവർ മിഥുനത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറില്ല. ഇവിടെ മിഥുന രാശികളിലെ മകയിര നക്ഷത്രവും അതുപോലെ തന്നെ അവിട്ട നക്ഷത്രത്തെയും കൂടി കണക്കിലാക്കുന്ന വേളയിൽ ഈ നക്ഷത്രങ്ങളുടേതായ ആ ഒരു ആധിപത്യ പൊരുത്തത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന വേളയിൽ അങ്ങനെ വിവാഹത്തിൻ്റെതായ കാര്യത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മകയിരം അതുപോലെ അവിട്ട നക്ഷത്രം, ഈ 2 നക്ഷത്രം കണക്ഷനായി വരുന്നത് ഇവിടെ രജ്ജു പൊരുത്തം, അതായത് താലി പൊരുത്തം അവിടെ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നീ എനിക്ക് ഭാഗ്യമായിട്ടാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാലും നീ എനിക്ക് പൂർവ്വപുണ്യത്തിൻ്റെതായ ആ ഒരു കണക്ക് പ്രകാരം നിന്നെ എനിക്ക് എഴുതി വെച്ചതാണ് ദൈവം എന്ന ഒരു ചിന്തകൾ വന്നിരുന്നാൽ പോലും ഇവിടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ പരസ്പരം വാക്കുകളെ കണക്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരികയും വിവാഹബന്ധം തകരാറിലായി പോകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ്. എന്നിരുന്നാലും ജാതകങ്ങളെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത് വിവാഹ ബന്ധങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ പരസ്പരം ലിങ്ക് ചെയ്ത് അനുസരിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും ഒരു നല്ല രീതിക്ക് മുന്നിലേക്ക് പോകാം. നല്ല രീതിക്ക് എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഇവിടെ ഒരു കുടുംബങ്ങളിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും 100 കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ പുറത്ത് പലരും പറയില്ല. പുറത്ത് കാണുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പിനെസ് ആയിട്ട് നടക്കും, വീട്ടിനുള്ളിൽ പ്രശ്നകാരകമായിട്ടിരിക്കുകയും ചെയ്യും. അത് എല്ലാ കുടുംബങ്ങൾക്കും 27 നക്ഷത്രങ്ങൾക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് ഈ കുംഭം രാശിയും മിഥുന രാശിയും മാത്രമുള്ളതല്ല. അതുകൊണ്ട് ഒരു മാച്ചിങ് പവർ പരസ്പരം അറിഞ്ഞ് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ മിഥുനം രാശിയിലുള്ള തിരുവാതിര നക്ഷത്രം, മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രം അതുപോലെ തന്നെ കുംഭം രാശിയിലേതായ ചതയം നക്ഷത്രം, ഈ 2 നക്ഷത്രങ്ങളോട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സർപ്പങ്ങളാണല്ലോ, അതായത് സർപ്പഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചിന്തിക്കണം, ഇവർ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചതയം നക്ഷത്രം ഏതെങ്കിലും ട്രേഡിംഗ് സംബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംബന്ധപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യം പുതിയതായിട്ട് ചെയ്യണം, പുതിയതായിട്ട് നേടണം, പുതിയതായിട്ട് കണ്ടെത്തണം, ഇങ്ങനെയുള്ള ചിന്താഗതികൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. തിരുവാതിരയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം, പുതിയ ജോലി വേണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് മുന്നിലേക്കൊക്കെ വരണം, കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ വേണം, എന്നാൽ രണ്ടും പോസിറ്റീവായി തന്നെ ചിന്തിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പക്ഷേ രണ്ടുപേരുടേതായ ചിന്താഗതികളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവിടെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും, പിന്നീട് ഇവിടെ രാഹു ഇടപെട്ട് പോകുന്നതുകൊണ്ട് സ്ത്രീകൾ സംബന്ധപ്പെട്ട വിഷയങ്ങളും ഇവരുടെ ഇടയ്ക്ക് വന്ന് കുടുംബത്തെ കലഹപൂരിതമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളും കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ധാരാളം ഉണ്ടാക്കും. ഇവിടെ സർപ്പനക്ഷത്രങ്ങൾ ആണ് ചതയവും ഈ തിരുവാതിര എന്ന് പറഞ്ഞിരുന്നത്. തിരുവാതിര പലതും ഓവർ തിങ്കിങ് ആണ്. ഓവറായിട്ട് തിങ്ക് ചെയ്ത് പല കാര്യങ്ങൾ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണോ എന്ന ചിന്താഗതികളിലൂടെ സഞ്ചരിക്കുകയും
അതിൻ്റേതായ സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ചതയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ ഓവർ തിങ്കിങ് ഒന്നുമില്ല. ഇറങ്ങുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്ന് അതിലൂടെ തന്നെ സഞ്ചരിക്കാം. അവരെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഇവിടെ രജ്ജുപൊരുത്തം, അതായത് താലിപ്പൊരുത്തം ഇവിടെ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട്. അങ്ങനെ തിരുവാതിരയും ചതയവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 70% കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരിക്കും. ഇവിടെ അനുസരിക്കുക എന്ന് പറയുന്നത് 2 പേർക്കും അനുകൂലം അല്ല എന്നാണ്. 2 പേരും അനുസരിക്കില്ല. ഒരാൾ ഈ ചതയം 10 കാര്യങ്ങൾ പറയില്ല. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതേ കാര്യത്തെ 10 തവണ പറയും ഈ തിരുവാതിര നക്ഷത്രം. അതേപോലെ തന്നെ ഇവിടെ മിഥുനം രാശിയിലുള്ള പുണർതം നക്ഷത്രവും കുംഭം രാശിയിലുള്ള ഈ പൂരട്ടാതി നക്ഷത്രവും ഇതേപോലെ താലിപ്പൊരുത്തത്തിന് വിരുദ്ധതകൾ കാട്ടാറുണ്ട്. ഇവിടെ പുണർതം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം വന്നാലും ഇവിടെ പൂരുട്ടാതി അക്രമ സ്വഭാവം എന്ത് പഴയ കാര്യങ്ങളും എടുത്തു വച്ചിട്ട് ഇവർ സംസാരിച്ച് കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അതേപോലെ പുണർതക്കാരി ആയിട്ടുള്ള ഒരു ഭാര്യയാണെങ്കിൽ പുണർതക്കാരനായിട്ടുള്ള ഒരു ഭർത്താവാണെങ്കിലും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിഷയങ്ങൾ നേരെ പുണർതത്തിൻ്റെ മണ്ടയിൽ കട്ടിവെച്ച് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക, ആക്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ കുടുംബത്തെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൂരുട്ടാതി നക്ഷത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയും താലിപ്പൊരുത്തം എന്ന ആ ഒരു രജ്ജുപൊരുത്തത്തിന് ഇവിടെ വളരെയധികം വ്യത്യസ്തതകൾ വരികയും കുടുംബ ബന്ധങ്ങൾ ചിലരെങ്കിലും പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലരെങ്കിലും 2 വീടുകളിലായിട്ട് ഇരിക്കുന്ന ഒരു പിരിയില്ല, 2 വീടുകളിലായിട്ട് ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലായിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേഷനുകളും ഇല്ലാത്തൊരു സാഹചര്യം. പക്ഷേ 2 കുടുംബങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും വരും. അതുകൊണ്ട് ഇത്തരം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു വിവാഹ ബന്ധങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ചിലപ്പോൾ കുടുംബക്കാർക്കുള്ളിൽ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വരാം. അമ്മാവൻ്റെ മകളെ കെട്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അമ്മാവൻ്റെ മകനെ വിവാഹം കഴിക്കുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നീട് ഈ കുടുംബങ്ങൾ തമ്മിൽ തന്നെ വളരെ കലഹങ്ങൾക്ക് പ്രാപ്തമാവുകയും സന്തോഷകരമായിരുന്ന വലിയ കുടുംബത്തെ, അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് കഞ്ഞിയെങ്കിലും കുടിച്ചു കിടന്ന കുടുംബത്തേക്ക് പിരിക്കുന്ന സാഹചര്യങ്ങളും തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾ തമ്മിൽ കണക്ഷൻ ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളെ മാറ്റി ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതായത് ഇവരുടെ ദശാകാലങ്ങൾ, ഇപ്പോൾ രാഹുർ ദശ ഇപ്പോൾ പുരുഷന് നടക്കുകയായിരിക്കാം. അതേപോലെ തന്നെ പെൺകുട്ടിക്കും ആ ഒരു ദശാകാലമാണെങ്കിൽ ഇവിടെ ആ ഒരു രീതിയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ അപഹാരമായിട്ട് വന്നിരുന്നാൽ തന്നെയും ഇവിടെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഏതൊരു ദശാകാലത്തിലും ഈ സർപ്പഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങളോ ആക്റ്റീവായി വരികയാണെങ്കിൽ അവിടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവുകയും വാക്ക് തർക്കങ്ങൾ എത്തുകയും ചെയ്യും. ഈ രാശിയിലുള്ളവർ, ഈ പറയുന്ന മിഥുനം രാശിക്കാർ കുംഭം രാശിക്കാരുമായിട്ട് പ്രേമബന്ധത്തിലായിരുന്നാൽ പോലും അത് ഒരു 80% നടക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കുറവാണ്. കാരണം ഇവരുടെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വ്യത്യാസം ആദ്യം കാണുന്നതായിരിക്കില്ല, പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിൽ വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ അതിൽ വ്യത്യസ്തതകൾ വരികയും പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ പ്രേമബന്ധങ്ങളും വിട്ടുപിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ സ്ത്രീകൾ വഴിയാണ് ഏറ്റവും അധികം ആപത്തുകൾ വന്നു ചേരുന്നതാണ് ഈ കുംഭം രാശിക്ക്. ഇവരെ മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ ആഗ്രഹിച്ചുകൊണ്ട് വന്നെത്തുന്ന സാഹചര്യം. രാശിയിലെ പുരുഷനാണെങ്കിൽ സ്ത്രീകൾ ആകർഷണമായി വരും, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ ആകർഷണമായി വരും. ഇത് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നക്ഷത്ര പൊരുത്തങ്ങൾ വച്ച് വിവാഹത്തെ ആ ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരും. രാശി പൊരുത്തങ്ങൾ അനുകൂലമായിരുന്നാലും നക്ഷത്രങ്ങൾ കണക്ഷൻ ആയില്ലെങ്കിൽ 100% ഞാൻ ഈ പറഞ്ഞ കാര്യം കുടുംബത്തിനുള്ളിൽ സംഭവിക്കുകയും കോടതിയിൽ ചെന്ന് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ ലഗ്നവശാൽ നല്ല ഗ്രഹങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ജാതകം പരിശോധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ശുഭഗ്രഹം ലഗ്നാധിപൻ ഏതൊരു നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ നക്ഷത്രത്തിനെ ആക്റ്റീവ് ചെയ്ത് പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുന്നത് ലഗ്നാധിപനെ ബലം കൂട്ടിയാൽ നമുക്ക് പരമാവധി പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി വരാനായിട്ട് കഴിയും. ഇത് 27 നക്ഷത്രത്തിനും അതുപോലെ തന്നെയാണ്. എന്നാൽ കഠിനമായ ആൾക്കാർക്ക് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ 2 രാശിക്കാരും യോജിക്കുന്നു പിരിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും മനസ്സുകൊണ്ട് ഇവർ പിരിയാനായിട്ട് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. സംഭാഷണങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യസ്തതകൾ, അതായത് നമുക്ക് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു പോയാൽ നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് മാത്രമായിരിക്കും ഇവർ ചിന്തിക്കുക. പക്ഷേ
അത് പിണക്കത്തിലേക്കും അത് പിന്നീട് കോടതിയിൽ ചെന്നെത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ഇവർക്ക് പിരിയാനുള്ളൊരു മനസ്സ് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇവിടെ പുണർദം നക്ഷത്രം, അവിട്ട നക്ഷത്രം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെ കോമ്പിനേറ്റഡൊക്കെ ആയി വരുന്ന സാഹചര്യം. പക്ഷേ ഇവിടെ അവിട്ടത്തിൻ്റെതായ പ്രത്യേകത, അവിട്ടം എന്നാൽ തവിട്ടിലും ചേരുമെന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഏതിലും മിക്സ് ചെയ്താലും അത് അതിൻ്റേതായ രീതിക്ക് കളർ മാറി അങ്ങനെ നിന്നോളും. അത് ഈ അവിട്ടത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പുണർദവുമായിട്ട് മാച്ച് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഇവർക്ക് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ ഇവർക്ക് ഹൃദയം സംബന്ധപ്പെട്ട, ഉദരം സംബന്ധപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടു കൊടുക്കുകയും അത് വളരെയധികം മനോവേദനയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളൊക്കെയും പലപ്പോഴും ഉണ്ടാകും. ഇത്തരം ജാതകങ്ങളൊക്കെ നമ്മൾ കണക്റ്റാക്കി എടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അഷ്ടമാധിപത്യം. അപ്പോൾ അഷ്ടമാധിപത്യം നമ്മുടേതായ മരണത്തെയും അതുപോലെ അപകടങ്ങളെയൊക്കെ കുറിക്കുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ 2 ജാതകത്തിലും ഇത് നല്ല ബലമായിട്ട് നല്ല ശുഭഗ്രഹങ്ങളുടേതായ ദൃഷ്ടിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വന്ന് എത്താനുള്ള സാഹചര്യങ്ങളില്ല. എന്നാൽ അത് ബലഹീനമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അശുഭഗ്രഹങ്ങളുടേതായ ദൃഷ്ടിയും കൂടി അവിടെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ രക്തം സംബന്ധപ്പെട്ട, ഞരമ്പുകൾ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ജാതകത്തിലൂടെ തന്നെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ജാതകം പരിശോധിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, ജനിച്ച സ്ഥലം, പേര് എന്നിവ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. അതുപോലെ തന്നെ ദക്ഷിണ വാങ്ങി മാത്രമാണ് ഞാൻ ഈ ജാതകങ്ങളൊക്കെ പരിശോധിക്കുന്നത്. കാരണം പൊതുവായിട്ട് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ആയിട്ടുള്ള ആ ഒരു സമയവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തരുന്നതാണ്. മിനിമം 1 മണിക്കൂറെങ്കിലും ലൈവായിട്ട് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രമായിരിക്കണം ഇങ്ങോട്ടേക്ക് വിളിക്കുവാനും കോൺടാക്റ്റ് ചെയ്യുവാനുമായിട്ട് ഉള്ളത്.